പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. നല്ല പ്രഭാതം. മോർണിംഗ് വിൻഡാ സന്ദേശങ്ങൾ കേൾക്കുന്ന എല്ലാവർക്കും സ്നേഹവന്ദനം. പ്രാർത്ഥനയോടെ തികഞ്ഞ പ്രതീക്ഷയോടെ ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. ഉൽപ്പത്തി പുസ്തകം 21 അധ്യായം 19 വാക്യം. ദൈവം അവളുടെ കണ്ണ് തുറന്നു, അവളൊരു നീരുറവ് കണ്ടു, ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ചു, ബാലനെ കുടിപ്പിച്ചു. ദൈവം ബാലനോട് കൂടെ ഉണ്ടായിരുന്നു, അവൻ മരുഭൂമിയിൽ പാർത്തു, മുതിർന്നപ്പോൾ ഒരു വില്ലാളിയായി തീർന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല തിരുവചനം കർത്താവ് നമുക്കിന്ന് ദാനമായിട്ട് തന്നിരിക്കുകയാണ്. ഇതിനകത്തോടുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആശ്വാസവും അനുഗ്രഹവുമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരു സാധ്യതയും ഇല്ലാത്തിടത്ത് ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി വാഗ്ദത്തത്തിൻ്റെ നിവർത്തിയുടെ സാധ്യതകൾ വെളിപ്പെടുത്തുമെന്നുള്ള സന്ദേശമാണ് ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കുന്നത്. അബ്രഹാമിൻ്റെ മകനാണ് ഇസ്മായിൽ. ഹല്ലേലൂയ. ഹാഗാറാണ് അവൻ്റെ മാതാവ്. വാഗ്ദത്ത തലമുറ ജനിച്ചു കഴിഞ്ഞ ശേഷം വാഗ്ദത്ത തലമുറയും ഈ ഇഷ്മായിലും തമ്മിൽ ഒരിക്കലും ഒരുമിച്ച് പോകത്തില്ലെന്ന് കണ്ട സാറ അവൻ അബ്രഹാമിനോട് പറയുകയാണ്, ദാസിയെയും മകനെയും പുറത്താക്കി കളയുക. ആ വാക്ക് വളരെ പ്രയാസകരം ഉണ്ടാക്കുന്നതാണെങ്കിലും ദൈവവും അത് കറക്റ്റായിട്ട് ഓക്കെ പറയുക. അപ്പം നിങ്ങൾ ചോദിക്കും, ദൈവം അതിന് കൂട്ടു നിൽക്കുമോ? ഒരിക്കലുമല്ല. വാഗ്ദത്തത്തിന് എപ്പോഴും ഒരു എതിരാളി ഉണ്ടായിരിക്കും. വാഗ്ദത്തത്തിന് എപ്പോഴും ഒരു പ്രതികൂലമുണ്ടായിരിക്കും. പക്ഷേ ദൈവം ചില ഇടങ്ങളിൽ ആമേൻ അങ്ങനെയുള്ള കാര്യങ്ങളിൽ തൻ്റെ മഹത്വം വെളിപ്പെടുത്താനായിട്ട് ആമേൻ ചിലപ്പോൾ ആമേൻ ഇതുപോലുള്ള ശബ്ദങ്ങൾ പറഞ്ഞു നിരിക്കും. ആമേൻ, സാറയുടെ വാക്ക് നീ കേൾക്ക അബ്രഹാമേ. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ദൈവവും കൂടെ പറഞ്ഞല്ലോ എന്ന് കരുതി ആമേൻ എന്ത് ചെയ്തു? ആമേൻ ഹാഗാറിനെയും ബാലനെയും അല്പം അപ്പവും ഒരു തുരുത്തി വെള്ളവും കൊടുത്ത് എന്ത് ചെയ്തു? വിട്ടു. നമുക്ക് തോന്നും ദൈവം ഇത്ര ക്രൂരനാണോ? അല്ല, അവർക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് പോകാൻ പറ്റത്തില്ല. അതങ്ങനെയാണ്. കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നാശം ഉണ്ടാകും, പ്രയാസം ഉണ്ടാകും. ആമേൻ, ലോത്തും അബ്രഹാമും തമ്മിൽ ഇത് തന്നെയാണ് സംഭവിച്ചത്. ആമേൻ, പറ്റത്തില്ല. മനസ്സുകൾ ഐക്യതയോടെ മാത്രമേ കുടുംബാന്തരീക്ഷത്തിനകത്ത് പോലും ജീവിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടില്ലേ, എല്ലാം ഉണ്ട്, പക്ഷേ മാറിയിരിക്കുക. ഹൃദയങ്ങൾ തമ്മിൽ ഐക്യതപ്പെടാൻ കഴിയുന്നില്ല, മനസ്സുകൾ തമ്മിൽ ഒരുമിക്കപ്പെടാൻ കഴിയുന്നില്ല. എത്ര പ്രാർത്ഥിച്ചാലും ആ മേഖലയിൽ ഒരു വിടുതൽ കിട്ടത്തില്ല. ചില സന്ദർഭങ്ങളിൽ ദൈവം തന്നെ എന്തു ചെയ്യും? മാറ്റി നിർത്താനിടയായിത്തീരും. ഇവിടെ അതാ സംഭവിക്കുന്നത്. പക്ഷേ ദൈവം അങ്ങനെ അങ്ങ് ഹാഗാറിനെ തള്ളിക്കളഞ്ഞോ? ബാലനെ തള്ളിക്കളഞ്ഞോ? ഒരു കുറുങ്കാട്ടിൻ്റെ തണലിൽ ഇട്ടിട്ട് കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് നിലവിളിച്ച ആ ബാലന് വേണ്ടി ദൈവം ഉറവ ഓൾറെഡി തുറന്നു വെച്ചിരുന്നു. പക്ഷേ അവളുടെ ചില മനോഭാവങ്ങൾ അവരുടെ കണ്ണ് അടയുന്നതിലേക്ക് കാരണമായി തീർന്നു. അതേ പ്രിയ ദൈവമക്കളെ, അനാവശ്യമായ ചില തെറ്റിദ്ധാരണകളും അനാവശ്യമായ ചില ആമേൻ തീരുമാനങ്ങളും നമ്മുടെ കണ്ണ് കുരുടാകാൻ സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ചോണം, നമ്മുടെ കണ്ണ് കുരുടായി പോകാതിരിക്കാൻ. പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഹല്ലേലൂയ. കണ്ണ് കുരുടായാൽ എന്ത് സംഭവിക്കും? മരണം എനിക്ക് കാണണ്ട, പ്രതികൂലമാ, പ്രയാസമാ, പോരാട്ടമാ, ബന്ധനമാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. കണ്ണ് തുറന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? തൊട്ടു മുമ്പിൽ കിടക്കുന്ന ആ ഉറവ നമ്മുടെ കണ്ണുകൊണ്ട് കാണാനായിട്ടിടയായിത്തീരും. നോക്കിയേ, കണ്ണുകൊണ്ട് കണ്ടു. അവൾ കണ്ടതെന്ത് ചെയ്തു? ചെന്ന് കോരിയെടുത്ത് അവൾ എടുത്തെറിഞ്ഞ് ആ തുരുത്തി കൊണ്ടുവന്നു ആ വെള്ളം കോരി എന്ത് ചെയ്തു? കുഞ്ഞിന് കൊടുത്തു. പ്രിയ മക്കളെ, അതിനകത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു? അവരാവശ്യമുള്ളതെല്ലാം അതിനകത്തുണ്ടായിരുന്നു. ആമേ, മിനറൽസ് വേണമോ, വൈറ്റമിൻസ് വേണമോ, പ്രോട്ടീൻ വേണമോ, എല്ലാം അതിനകത്തുണ്ടായിരുന്നു. അതേ പ്രിയ ദൈവത്തിലെ ഹാലലി, നിനക്ക് വിലപ്പെട്ട ചിലത് നീ തോന്നും, അയ്യോ ദൈവം എന്നെ തള്ളിക്കളഞ്ഞതാണോ, ദൈവം എനിക്കെതിരായിട്ട് നിൽക്കുവാണോ, ആ കാര്യത്തിന് ദൈവവും കൂട്ടു നിൽക്കുവാണോ അവരുടെ കൂടെ? അല്ല. നിന്നെ ദൈവം സെപ്പറേറ്റ് ചെയ്ത് ദൈവം നിന്നെ പ്രത്യേകമായിട്ട് മാറ്റി അവിടെ സംരക്ഷിക്കും കേട്ടോ. ആരോടൊക്കെയോ ദൈവാത്മ വളരെ വ്യക്തമായി പറയുന്നു, നിൻ്റെ ആത്മീയ ജീവിതം താറുമാറാകുന്ന, നിൻ്റെ മനസ്സ് ഭ്രാന്ത് പിടിക്കുന്ന, നിൻ്റെ തലയെ ഇങ്ങനെ ഭ്രാന്ത് പിടിച്ചൊരനുഭവത്തിലാക്കുന്ന ചിലതിനകത്തു നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോകുന്നു. അങ്ങനെ പുറത്തു വന്നെങ്കിൽ മാത്രമേ അസാധ്യതയുടെ നടുവിൽ
ദൈവത്തിൻ്റെ സാധ്യതയുടെ കരം നിനക്ക് വേണ്ടി തുറക്കപ്പെട്ടത് കണ്ണുകൊണ്ട് കാണുവാൻ കഴിയുകയുള്ളൂ. ആ ദൈവവരങ്ങളൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ആമേൻ. പിന്നെ അബ്രഹാമിനെ ഡിപ്പെൻഡ് ചെയ്ത് വന്നിട്ടില്ല. പിന്നെ ഹല്ലേലൂയ ആമേൻ റോങ് ഡിസിഷനിൽ പോകേണ്ടി വന്നിട്ടില്ല. ആ വെള്ളം കുടിച്ച് ആ കുഞ്ഞു വളർന്നു, ഉന്നത അവസ്ഥയിൽ അവൻ എത്തുവാനിടയായിത്തീർന്നു. അതേ പ്രിയ ദൈവമക്കളെ, ചില ഉന്നതമായ അനുഭവത്തിൽ അബ്രഹാമിൽ നിന്നുള്ള ആശ്രയം മാറ്റി ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നതിലൂടെ ദൈവനാമം മഹത്വപ്പെടാനായിട്ട് പോവുക. ആ കർത്തൃകരങ്ങളിൽ ഈ പ്രഭാതത്തിലും ഏൽപ്പിച്ചു കൊടുക്കാം. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയം കേൾപ്പിച്ച ദൈവിക ദൂതിൻ്റെ മുമ്പിൽ ഒരുമിച്ച് ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിനകത്ത് ഇതുവരെ കാണാത്ത വലിയൊരു മാന്യതയും ഉയർച്ചയും ഉണ്ടാകട്ടെ കർത്താവേ. ഹല്ലേലൂയ. കണ്ണ് തുറക്കണമേ കർത്താവേ, കണ്ണ് തുറക്കണമേ. തുറന്നിരിക്കുന്ന ആമേൻ മരുഭൂമിയിൽ അസാധ്യമായിരിക്കുന്നിടത്ത് തുറന്നിരിക്കുന്ന ഉറവ കാണാൻ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരുടെയും കണ്ണവിടും തുറക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.